വിഴിഞ്ഞത്ത് വമ്പൻ നിക്ഷേപമാണ് MSC എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്. അദാനിയുമായിട്ട് ചേർന്നിട്ടാണ്. കേരളത്തിന് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയെ അതിന്റെ വികാസത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗത്തേക്ക് എത്തിക്കുകയാണ് ഈ നിക്ഷേപം ചെയ്യുന്നത് എന്നുള്ളതാണ്. ലോകത്തിന്റെ തന്നെ ട്രാൻസ്ഷിപ്മെന്റ് പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വിഴിഞ്ഞം മാറുമ്പോൾ ഇവിടെ വീണ്ടും സഹിക്കാത്ത ഒരു പ്രവൃത്തിയുമായിട്ട് വരുന്നത് ഗോവിന്ദനാണ്. ഗോവിന്ദൻ ഇത് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ അദാനിക്ക് വളരെ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരുന്നവരാണ്. ഈ മുതലാളിത്ത വിരുദ്ധതയൊക്കെ വിട്ടു, ഞങ്ങൾ വികസന പദ്ധതികൾക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും ഇപ്പൊ പഴയ കാസറ്റ് തന്നെ ഇട്ട് പറയുകയാണല്ലോ ഗോവിന്ദൻ. എന്തിന്? അയ്യപ്പ സംഗമത്തിന് വേണ്ടി വരെ അദാനിയുടെ അടുത്തുനിന്ന് ഫണ്ട് മേടിച്ച ആൾക്കാരാണ് ഇപ്പൊ അതും ഇതൊക്കെ പറയുന്നത്. പ്രിയനറിയാം, അദാനിക്ക് 49%, കേരള സർക്കാരിന് 51%. ഇതുവരെ അദാനി അവിടെ ചെലവാക്കിയിരിക്കുന്നത് 3000 കോടി രൂപയോളാണ്. അദാനിയുടെ കയ്യിലുള്ള 49% നിന്ന് ആണ് MSC എന്നുള്ള കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നല്ലേ ആ കമ്പനിക്ക് കൊടുക്കാമെന്ന് പറയുന്നത് 13,000 കോടി രൂപയ്ക്കാണ് ഇടപാട് നടക്കാനായിട്ട് തീരുമാനിച്ചത്. അതായത് 13,000 കോടി രൂപ ഇങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ അത് അദാനിക്ക് പോവാം. ഇവര് പറയുന്നത് ശരിക്കും ഭൂഷ ഇതിലാണ് പറയുന്നത്, അദാനി 3,000 ചെലവാക്കിയിട്ടുള്ളൂ, അപ്പൊ എങ്ങനെ 13,000 കോടി രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റും എന്നുള്ള ഒരു സിമ്പിൾ ലോജിക്കിലാണ് പറയുന്നത്. മാത്രമല്ല, MSC എന്ന് പറഞ്ഞ കമ്പനിയാണ് അവിടെ കണ്ടെയ്നറുകൾ ആദ്യമായിട്ട് വരികയും അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. കേരളത്തിലെ ഒരു കമ്പനിയല്ല, ഇന്റർനാഷണൽ സ്റ്റാൻഡിംഗ് ഉള്ള കമ്പനിയാണ്. ആ കമ്പനി വരുമ്പോൾ പുതിയ നവീനമായ നൂതനമായ കാര്യങ്ങളൊക്കെ അവിടെ വരികയും ധാരാളം ഷിപ്പ്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പല റെക്കോർഡുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ കണ്ടെയ്നേഴ്സ് വരുന്നു, ഏറ്റവും കൂടുതൽ കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ റെക്കോർഡ് കിടക്കുന്ന സമയത്താണ് ഇവരിത് പറയുന്നത്. ഉടൻ ന്യായം എന്താണെന്നറിയോ? 75 കൊല്ലം കഴിയുമ്പോൾ അദാനിയുടെ ഷെയറും കൂടെ കേരള സർക്കാരിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് MSC കമ്പനി പറയുകയാണ്, ഞങ്ങൾ ഈ ഷെയറുകൾ തരില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അപ്പൊ ഇത്രയും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷ നിരയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരാണല്ലോ 2 മാസം മുമ്പ് വരെ, മെയിലാണല്ലോ നമുക്ക് റിസൾട്ട് വന്നത്, ഇവിടെ ഭരിച്ചിരുന്നത് ആരാ? CPM ആണ്. ആ സമയത്ത് ഇവർക്ക് പരിഭ്രമവും ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 75 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നിവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് VD സതീശന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ഈ ചിന്തകളൊക്കെ വന്നത്. ഇതിന് നമുക്കൊരു മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഇപ്പൊ ചിന്തിക്കാൻ സമയമുണ്ട്. മറ്റേത് കക്കുന്ന തിരക്കിലായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നുള്ള തിരക്കിലായിരുന്നു. ഇപ്പൊ ഇന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചോ, കിക്ക് ബാക്ക് ഞങ്ങൾക്കും കൂടെ തന്നാല് കിട്ടും. ലാവ്ലിൻ ഇത് തന്നെയായിരുന്നല്ലോ, വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന സമയത്ത് കനേഡിയൻ കമ്പനി വന്നപ്പോൾ അവരിൽ നിന്നും കിക്ക് ബാക്ക് ചോദിച്ചതിന്റെയാണല്ലോ ലാവ്ലിൻ കേസ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും തിരിച്ച് ഇങ്ങോട്ടേക്ക് സംതിങ് ഞങ്ങൾക്കും വരട്ടെ സ്വാഹ എന്ന് പറയുന്ന കൂട്ടരാണ് CPM എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പരസ്യമായ രഹസ്യമാണ്. പ്രിയൻ, ഇതുപോലെ വിഴിഞ്ഞത്തിന്റെ കാര്യം നമുക്ക് ഇവിടുത്തെ ധാരാളം കുട്ടികൾക്ക്, എത്ര പേരാണെന്നറിയാമോ ഈ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ പോകുന്നത് ദുബായ്ക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ വളരെ ചെറിയ ജോലിയിലൊക്കെ, ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇതായിട്ട് തന്നെ, പഠന വിഷയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എറണാകുളത്ത് ധാരാളം കോഴ്സുകൾ അതിൻ്റെ നടക്കുന്നുണ്ട്. കാരണം കൊച്ചിൻ പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് തന്നെയാണല്ലോ. ആ കുട്ടികൾക്കും അല്ലാണ്ട് സാധാരണക്കാരായ ആൾക്കാർക്കും ധാരാളം ജോലി കൂടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ വരുന്നതെന്ന് നമുക്ക് കരുതാം. പക്ഷെ ഇവർക്ക് ഇതൊന്നും വേണ്ടല്ലോ. ആൾക്കാർ ജോലിയില്ലാണ്ടിരുന്നാലല്ലേ ഇൻഗുലാബ് വിളിക്കാനായിട്ട് ആൾക്കാരെ കിട്ടുള്ളൂ. അപ്പൊ ഇതും കൂടെയുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു പോട്ടെ സാന്ദർഭികമായിട്ട്. വിഴിഞ്ഞത്ത് ധാരാളം പേർക്ക് അവിടെ ഭൂമി ഇതിനു വേണ്ടി കൊടുക്കേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുനരധിവസിപ്പിക്കാനായിട്ട് വലിയ പാർപ്പിട സമുച്ചയങ്ങൾ വന്നു. സ്ലാബായിട്ട് ഉരുണ്ട് വീഴാണ് താഴത്തേക്ക്. ഇവരിപ്പോ ആരത്ത് ചെല്ലും? CPM-ന്റെ അടുത്തിന് ചെല്ലുന്നത് കാര്യമില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? നമ്മുടെ മേയർ ബ്രോ VV രാജേഷിന്റെ അടുത്ത് ഇപ്പൊ മേയർ ബ്രോ പോയി, പ്രശാന്ത് അല്ല, നമ്മളുടെ VV രാജേഷാണ് നമ്മൾ മേയർ ബ്രോ, അല്ലെങ്കിൽ മേയർ സണ്ണി എന്ന് പറയുന്നത്. സണ്ണി എന്ന് പറഞ്ഞാൽ മകൻ എന്നുള്ള നിലയ്ക്ക്, ബ്രോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ ചേർന്ന് നിൽക്കുന്നവർ, അതിനേക്കാളും പ്രായം കുറഞ്ഞവർക്ക് മേയർ ബ്രോ. പക്ഷേ നമുക്കൊക്കെ മേയർ സണ്ണിയാണ്. പ്രായമായ ആൾക്കാർക്ക്, പ്രായമായ അമ്മമാരുൾപ്പെടെയുള്ളവർ ചെന്ന് കെട്ടിപ്പിടിക്കാണ്. അദ്ദേഹത്തിനൊരു ഇതൊന്നുമില്ല, ടച്ച് മീ നോട്ട് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ചേർത്ത് പിടിച്ചിട്ട്, എന്താ ചേച്ചി, എന്താ അമ്മേ പ്രശ്നം ചോദിക്കുമ്പോൾ പറയാണ്, മോനെ ഞങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കും? ഈ സ്ലാബ് എപ്പോഴാണ് ഉരുണ്ട് വീണ് താഴെ വീണ് കയ്യോ കാലോ ഒടിഞ്ഞാല് ബുദ്ധിമുട്ട്, മരിച്ചാൽ അപ്പത്തെ അതിലങ്ങോട്ട് പോയി കിട്ടി. കൈയും കാലം ഒടിഞ്ഞാൽ നമ്മള് മറ്റേ പൊയ്ക്കാലിലൊക്കെ ജീവിക്കണ്ടേ, അല്ലെങ്കിൽ എത്ര ജീവനാന്തര ബുദ്ധിമുട്ടായില്ലേ?
അദ്ദേഹം പറഞ്ഞു ഞാനിത് ചെയ്യും, വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ PNT കോളനി, അതായത് പേരണ്ടൂർ കനാലിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ മുണ്ടംവേലിയിലേക്ക് മാറ്റി. പൂർണിമ നാരായണനായിരുന്നു അന്ന് കൗൺസിലർ. മുഖ്യമന്ത്രി ഇവിടെ കൂടെ പോയപ്പോൾ മാഡത്തിന് തോന്നി, ഐ എന്നും മുഖ്യമന്ത്രി കൂടെ പോവല്ലേ പിണറായി, വേറെ ഒരു ജോലി, എൻ്റെ ഡിവിഷനൊരു ഇത് കിടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങേരെ കൊണ്ടുവന്ന് മുണ്ടംവേലിയിൽ ഒരു കല്ല് ഇടിപ്പിച്ചു. ആ കല്ല് തിരഞ്ഞ് ഞാൻ കുറേ നടന്നു കേട്ടോ. ആ കല്ലൊന്നും ഞാനവിടെ കണ്ടില്ല, മുഴുവൻ കാട് പിടിച്ച് കിടക്കായിരുന്നു. എന്തായാലും ആ പണി പൂർത്തിയാക്കി അതിന്റെ ക്രെഡിറ്റും നമ്മുടെ പിണറായി സഖാവ് എടുത്തു. നമ്മുടെ CPM തന്നെയായിരുന്നു കൊച്ചിൻ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആ സമയത്ത് അവര് ആഘോഷമായിട്ട് നടത്തി. പക്ഷെ അവിടെ ആർക്കും താമസിക്കാൻ പറ്റൂല, പുണ്യാഹമല്ല, മൂത്രാഹം എന്നൊക്കെ പറയാൻ പറ്റും, ലൈവായിട്ട് അറിഞ്ഞുകൂടാ. നമ്മൾ താഴെ ഇരിക്കുകയാണെങ്കിൽ കക്കൂസി പോവാണെങ്കിൽ മുകളിൽ നിന്നുള്ളവരുടെ പുണ്യാഹം വീഴും. അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് വേണം കയറാൻ. ഇവർ പല GCDയുടെ ഇതിലാണ് നടത്തിയത്. GCDയുടെയും എൻ്റെ ചെയർമാൻ ഇരുന്ന് CPMന്റെ വ്യക്തി ശ്രീ ചന്ദ്രമുള്ള ചേട്ടനായിരുന്നു. അപ്പൊ എല്ലാം CPMന്റെ കരങ്ങളാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. GCDയുടെ മുമ്പിൽ വന്ന് അവർ സമരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ മാക്സി ആയിരുന്നു അവിടുത്തെ CPMന്റെ MLA, ഷിയാസാണ്. എറണാകുളം ജില്ലാ പ്രസിഡന്റായ കോൺഗ്രസിന്റെ ഷിയാസാണ് കൊച്ചിയിൽ നിന്നുള്ള MLA. ഇവര് കഴിഞ്ഞ ദിവസം നമ്മളുടെ വെണ്ടുരുത്തി പാലത്തിന് അപ്പുറത്തുള്ള തൂക്കുപാലമുണ്ട്, റോറോ പാലത്ത് അല്ല BOT പാലത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലമുണ്ട്. അത് വലിയ മോണ്യുമെന്റ് ആണ്. ആ പാലത്തിൽ ഒരു സമരം ചെയ്യാൻ തീരുമാനിച്ചു 3 മണിക്ക്. ഞാനും റെഡി ആയിട്ടിരുന്നു, ക്യാമറയൊക്കെ ആയിട്ട് പോയിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് എൻ്റെ കോണ്ടാക്ട് പറയുന്നത്, അയ്യോ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു ചേച്ചി, കാരണം ഷിയാസ് വന്നിട്ട് പറഞ്ഞു ഞാനത് മന്ത്രിയുമായിട്ട് ടേക്കപ്പ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിഹാരങ്ങളും കാണാം. അത് എപ്പോൾ ടേക്കപ്പ് ചെയ്യും, എങ്ങനെ ചെയ്യും, സമരങ്ങൾ ഒഴിവാക്കുകയാണ്. ഇവർ ചെയ്യുന്ന സമരം ഒഴിവാക്കിയാണ്. പക്ഷെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുഭാവിയാണ് ഷിയാസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ മുഖ്യൻ നാട് വാണിടും കാലം സമരങ്ങളൊന്നുമില്ല കേരളത്തിൽ എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള അടവുകളും നടക്കുന്നുണ്ട്. പക്ഷെ യാതൊരു പ്രായോഗികമായ കാര്യങ്ങളും നടക്കുന്നില്ല. ഈ നമ്മളെ ഗോവിന്ദൻ മാസ്റ്റർ വേവലാതി, ഇദ്ദേഹത്തിന് അദാനിയുടെ 49% നിന്നും പങ്ക് MSC കമ്പനിക്ക് കൊടുക്കുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ തച്ചുമൂടായി പോകും, നമ്മൾക്ക് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞാണ് ഇവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവര് തന്നെയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. അവരോടല്ല, ഉമ്മൻചാണ്ടിയുടെ സമയത്താണ് ഇത് വന്നത്. അത് വിഴിഞ്ഞത്തിന്റെ പണി തുടങ്ങിയേ എന്നുള്ളൂ. അതിനുശേഷം MSC കമ്പനിക്ക് അവരുടെ ഷെയർ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ വന്ന കാര്യങ്ങളല്ലേ. പിണറായി സഖാവിന്റെ അറിവില്ലാണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഒന്നും പറയാനില്ല. കാരണം ദിവസവും ഇവർ ചെയ്തിരിക്കുന്ന അഴിമതികളുടെയും ജനവഞ്ചനയുടെയും കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിലൊന്ന് പൊടിയിടാൻ വേണ്ടി 13,000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറയാം. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. മരിക്കുന്നു, ഭക്ഷണമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം വയ്യാത്ത കാഴ്ച പരിമിതിയുള്ള ഒരു സ്ത്രീയും 2 കുട്ടികളും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്തു. അത് ദരിദ്രമില്ലാത്ത കേരളമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ ഉരുണ്ട താഴെ വീഴുന്നു. 2 മാസം കൊണ്ട് ഇതൊന്നും നേരാക്കാൻ പറ്റില്ലല്ലോ, ഇവര് തന്നെയല്ലേ ഭരിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഇതൊക്കെ 2 മാസം കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്. പുറകിലേക്ക് ബാക്ക്ലോഗ് പോകുമ്പോൾ തങ്ങളുടെ മേത്താണ് വിരൽ ചൂണ്ടുന്നത് കണ്ടിട്ട് ഇവര് കാണിക്കുന്ന ഒരു ഗിമിക്സ് ആണ് ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. അവര് പഠിച്ചിട്ട് അത് ഫീസിബിൾ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. പക്ഷെ അതിനുള്ള സമയം കൊടുക്കണം. അല്ലാണ്ട് ജനങ്ങളെ ആകെ ടെൻഷൻ ആക്കിക്കൊണ്ട് എന്തോ ഒരു വലിയ 13,000 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പറയേണ്ട കാര്യമല്ല. ഒരു ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന കാര്യമാണ്. 75 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ശക്തമായി നമ്മളും പറയുന്നത്. അപ്പോ ഗോവിന്ദൻ, ആത്യന്തികമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള ഒരു രോഗമുണ്ടല്ലോ, അത് തന്നെയാണ് ഗോവിന്ദന്റെ ഈ പറയുന്ന പെരുമാറ്റത്തിൽ നിന്ന് സംസാരത്തിൽ നിന്ന് പുറത്തു വരുന്നത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും.